ഹായ് നമസ്കാരം, ഞാൻ സോണിയ അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു അച്ചാർ ഉണ്ടാക്കാം. അച്ചാർ എന്ന് പറഞ്ഞാൽ ക്യാരറ്റും പാവയ്ക്കയും വച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഒട്ടും തന്നെ കയ്പില്ലാതെ ഒരു അച്ചാർ ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായി ഞാൻ ഒരു പാവയ്ക്കയും ഒരു ക്യാരറ്റുമാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു പാവയ്ക്ക നന്നായി കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ള പാവയ്ക്കാണ്. അതുപോലെ തന്നെ ഒരു ക്യാരറ്റും. അപ്പോൾ ഈ പാവയ്ക്ക പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാനത് ചെറുതായിട്ട് നുറുക്കിയെടുത്തതിന് ശേഷം, അതായത് നീളത്തിൽ കനം കുറച്ചരിഞ്ഞെടുത്തതിന് ശേഷം ഇത് ഉപ്പും വിനീഗറും ചേർത്ത് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നുണ്ട്. ക്യാരറ്റ് ആ വെള്ളത്തിലിടണ്ട, അല്ലാതെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഉപ്പും വിനീഗറും ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നുറുക്കിയെടുത്തിട്ടുള്ള പാവയ്ക്ക നന്നായി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇതൊരു 20 മുതൽ 30 മിനിറ്റ് വരെ, ഒരു അരമണിക്കൂർ നമുക്ക് ഈ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞ് കഴുകി ക്ലീനാക്കി എടുക്കണം. അപ്പോൾ പാവയ്ക്കയ്ക്ക് ഒട്ടും തന്നെ കയ്പുണ്ടാവില്ല. ക്യാരറ്റും അതുപോലെ തന്നെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പാവയ്ക്ക വാർത്ത് വെച്ചിട്ടുണ്ട്. കഴുകി ക്ലീനാക്കി വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു പ്ലേറ്റ് എടുത്ത് അതിനകത്തേക്ക് ക്യാരറ്റ് ഇട്ടു. ഇതുപോലെ വെച്ചിട്ടുള്ള പാവയ്ക്ക കൂടി ഇതിനകത്തേക്ക് ഇട്ടു. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കണം. ഉപ്പെന്ന് പറഞ്ഞാൽ മാങ്ങയൊക്കെ നമ്മൾ ഉണക്കാൻ നേരത്തെ ചേർക്കില്ല, അതുപോലെ തന്നെ അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. അത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം. പാവയ്ക്കയുടെയും ക്യാരറ്റിൻ്റെയും എല്ലാ കഷ്ണങ്ങളിലും നന്നായി പിടിക്കണം ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ. എന്നിട്ടൊരു 2 ദിവസം വെയിലത്ത് വെച്ചിട്ട് ഉണക്കണം. നന്നായിട്ടങ്ങ് ഉണക്കുന്നില്ല, ഞാൻ ഇപ്പോൾ തന്നെ അച്ചാർ ഉണ്ടാക്കാനായതുകൊണ്ട് കുറച്ചൊന്ന് ഉണക്കിയെടുക്കും. ഒരു 2 ദിവസം വെയിലത്ത് വയ്ക്കുമ്പോഴേക്ക് അത്യാവശ്യം നന്നായിട്ടൊന്ന് ഉണങ്ങി വരും. ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ നന്നായിട്ടങ്ങ് വറ്റിയിട്ട് നല്ലൊരു മണം ഉണ്ടാകും. അപ്പോൾ അച്ചാറിന് 2 ദിവസം വെയിലത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ ഇരിക്കും. കണ്ടോ, ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അച്ചാറുണ്ടാക്കാനായിട്ട് തുടങ്ങാം. കണ്ടോ, എൻ്റെ ക്യാരറ്റിൻ്റെ കഷ്ണം എടുത്തിട്ടൊന്ന് ഒടിച്ച് നോക്കുമ്പോൾ അറിയാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റായിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒടിക്കാൻ തുടങ്ങുമ്പോഴേക്ക് അങ്ങ് ഒടിഞ്ഞു പോകും. പക്ഷേ ഇപ്പോൾ കണ്ടത് ഒടിഞ്ഞു വരില്ല, എന്നാൽ ഭയങ്കരമായിട്ട് അങ്ങ് ഉണങ്ങിപ്പോയിട്ടുമില്ല. കണ്ടോ, ഈ ഒരു പാകമായിരിക്കണം. അപ്പോൾ ഇതിന് കുതിർക്കാനൊന്നും നിൽക്കേണ്ട, ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അച്ചാറുണ്ടാക്കാം. അപ്പോൾ അച്ചാർ പെട്ടെന്ന് കേടായി പോകുന്നില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരു പാനടുപ്പിലേക്ക് വെച്ചു, ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോഴേക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു. ഓയിൽ നല്ലെണ്ണയാണ് അച്ചാറുണ്ടാക്കാൻ എപ്പോഴും നല്ലത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് എന്നൊരു 2 സ്പൂൺ എണ്ണ നമുക്ക് മാറ്റി വയ്ക്കാം. ചൂടായതിന് ശേഷം വേണം മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളത്, ഒരു 7 അല്ലി വെളുത്തുള്ളി, അതും നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളത്, ഒരു 5-6 പച്ചമുളക്. എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അതും കൂടി ഇതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായി മുരിഞ്ഞ് വരണം, ഒന്ന് കളർ ചേഞ്ച് ആകണം. ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴന്ന് വരുന്ന നേരം നമുക്കിതിനാവശ്യമായിട്ടുള്ള മസാലകൾ തയ്യാറാക്കാം. അതിന് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. 3 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എരിവിനാവശ്യമായിട്ടുള്ള 3 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തു. ഇനി അതിലേക്ക് ഒരു അല്പം ഉലുവ പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുക്കും. ഇതിലേക്ക് വിനീഗർ ചേർക്കുന്നുണ്ട്. വിനീഗർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനീഗർ ചേർക്കണം കേട്ടോ. കുറച്ചധികം വിനീഗർ വേണം, എങ്കിലേ നമുക്ക് പാവയ്ക്കും ക്യാരറ്റിനൊക്കെ ചെറിയൊരു പുളി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ചേർത്ത് ഇതിൻ്റെ ഗ്രേവി നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ, നല്ല ഗ്രേവി ഉള്ള അച്ചാറാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കൂടുതൽ വെള്ളം ചേർത്ത് ഇപ്പോൾ മിക്സ് ചെയ്യണം. കുറച്ച് ഞാനിപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു അച്ചാറാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളൂ.
അതായത് ഇടയ്ക്ക് വെച്ചിട്ട് പിന്നെ വെള്ളം ചേർക്കരുത്. വെള്ളം ചേർത്തിട്ട് പിന്നെ തിളപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അച്ചാർ പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്കതിൻ്റെ എത്രത്തോളം അതിന് ഗ്രേവി ആവശ്യമായിട്ടുണ്ട്, കുറച്ച് ലൂസായിട്ടുള്ള അച്ചാറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്തിട്ട് വേണം ഇതിൻ്റെ മസാല തയ്യാറാക്കാൻ. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കണം. ഇതിനി ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് തിളച്ച് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതായത് ഉപ്പിട്ടാണ് പാവയ്ക്കയും ക്യാരറ്റൊക്കെ നമ്മൾ ഉണക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൻ്റെ കുറച്ച് ഉപ്പിട്ടാൽ മതിയാകും. നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര അച്ചാറിലേക്ക് ചേർക്കുമ്പോൾ പാവയ്ക്കയുടെ കയ്പും ഒന്ന് കുറഞ്ഞ് കിട്ടും, അച്ചാറിന് നല്ലൊരു ടേസ്റ്റും ഉണ്ടാകും. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ. അതിനുശേഷം നമുക്ക് ഉണക്കി വെച്ചിട്ടുള്ള പാവയ്ക്കയും ക്യാരറ്റും കൂടി ഇതിലേക്ക് ഇട്ടെടുക്കാം. അതിന് മുമ്പ് നമുക്കിതിലേക്ക് ഒരൽപ്പം കായപ്പൊടി ചേർക്കണം. കായം ചേർക്കാതെയാണ് നമ്മൾ വച്ചിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ് ഞാൻ ചേർത്തത്. കണ്ടതിലേക്ക് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല അച്ചാറിൻ്റെ മണം വരുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ പാവയ്ക്കയും ക്യാരറ്റും കൂടി ഉണക്കി വെച്ചിട്ടുള്ളതും കൂടി ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഉണക്കി വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ നന്നായിട്ടങ്ങ് ഉണക്കിയിട്ടില്ല. അപ്പോൾ ഇതിനകത്തേക്ക് ക്യാരറ്റും പാവയ്ക്കയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരുപാടങ്ങ് കുക്കായി പോകരുത്. ഒരുപാടങ്ങ് വെന്ത് പോയി കഴിഞ്ഞാൽ അച്ചാറിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേക്ക് തന്നെ അങ്ങ് ഓഫാക്കാം. അതും നമുക്ക് പെട്ടെന്ന് എടുക്കണമെങ്കിൽ മാത്രം ഒന്ന് കുക്ക് ചെയ്താൽ മതിയാകും. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് ഫ്ലെയിം ഓഫാക്കണം, തീ ഓഫാക്കണം. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായി തണുത്തതിന് ശേഷം ഒട്ടും തന്നെ നനവൊന്നും ഇല്ലാത്തൊരു ജാറിലേക്ക് മാറ്റി ഞാൻ വച്ചിട്ടുണ്ട്. ഇനി തന്നെ ഇതിങ്ങനെ ഇട്ടിട്ട് നന്നായിട്ടങ്ങ് ഒതുക്കി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നല്ലെണ്ണ കൂടി ഇതിൻ്റെ മുകളിലോട്ടങ്ങ് ഒഴിച്ചെടുക്കാം. ഈ നല്ലെണ്ണ ഇങ്ങനെ ഒഴിച്ച് വെച്ചേക്കുമ്പോൾ അച്ചാർ എത്ര ദിവസം ഇരുന്നാലും ഒട്ടും തന്നെ കേടായി പോകത്തില്ല. നന്നായിട്ടങ്ങ് ഒതുക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ചൂടാക്കിയ നല്ലെണ്ണ അതും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.